ഉണ്ട്, കമ്പിപ്പാരയുണ്ട്. ഇത് രണ്ടുമാണ് കൊണ്ട് നടക്കുന്നത്. ഇന്ന് രാവിലെ ശരിക്കും അടി കിട്ടി ചേച്ചിക്ക്? ആ ശരിക്കും അടി കിട്ടി. ഞങ്ങളെ 3 പെണ്ണുങ്ങളെ അടിച്ച് എന്റെ മരുമോന്റെ മണ്ടയൊക്കെ തല്ലി തകർത്തു. ഇതെല്ലാം പോലീസുകാർ കണ്ടോണ്ടിരിക്കുവല്ലേ? എല്ലാരും കണ്ടോണ്ടിരിക്കുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പ്രതി പോയി കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാർ വന്നിട്ട് പുള്ളിക്കാരൻ ഇന്നലെ ഒരു പൊതി ചോറ് മേടിച്ചു കൊടുക്കാത്തതിന്റെ പേര് ഒരു വനിതാ പോലീസ് എന്നെ വഴക്കം പറഞ്ഞു. ഇത്ര അടി അടിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചോറും മേടിച്ചു കൊടുക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് SP ഓഫീസിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഞാൻ ദാണ്ട് ഈ ഒരു കാണുന്ന ഒരു ഫ്ലാറ്റിൽ വന്നതാണ് കേട്ടോ. ഈ ഫ്ലാറ്റിൽ വരാൻ കാരണം ഇന്ന് രാവിലെ മുതൽ ഒരു ചേച്ചി നമ്മളെ വിളിക്കുകയാണ്. സ്വന്തം ഭർത്താവ് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് അവിടെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു എന്നൊരു വലിയ വാർത്ത നമ്മളെ വിളിച്ചു പറഞ്ഞു. അവർ സ്വന്തം ഭർത്താവിനെ പേടിച്ച് പുറത്തിറങ്ങാനാവാതെ മണിക്കൂറുകളോളം ഈ കാണുന്ന ഗേറ്റിനുള്ളിൽ, ഈ ഫ്ലാറ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ പപ്പ ഇങ്ങനെ ആക്രമിക്കാൻ വരുമെന്ന് പേടിയുണ്ടോ? ഇത് രാവിലത്തെ സംഭവത്തിന് ശേഷം പിന്നെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. അത് ശരി. ഇപ്പോൾ ഇവരെ തൊട്ടടുത്ത് കുറച്ച് ഫ്ലാറ്റിലൊക്കെ കുറേ ആളുകളുണ്ട്. പക്ഷേ അവരാരും ഒന്ന് പ്രതികരിക്കാൻ ചെന്ന ഇതാരെയായിരുന്നു? ഇന്ന് ഒരാൾക്ക് തല്ലി കിട്ടിയതായിരിക്കാം. രണ്ടുപേരെ ഡെയിലി ഇപ്പൊ വെളുപ്പിനിട്ട് ഓട്ടിക്കുന്നുണ്ട്. ഇന്ന് ഒരാൾക്ക് കമ്പിപ്പാര കൊണ്ട് തല്ലി കിട്ടിയത് കൊണ്ട് ഓടി അടിക്കാൻ പോയെന്നൊക്കെ പറയുന്നുണ്ട്. വെളുപ്പിന് 5:30 മണിക്ക് നടക്കാൻ പോയത്. അതുകൊണ്ട് ഇവിടെ ആരും ഇന്ന് ജോലിക്ക് പോയില്ല, പേടിച്ച്. ഇത്രയും 7 ഫ്ലാറ്റുള്ള ആണുങ്ങളെ എല്ലാവർക്കും പേടിയാണോ ഇദ്ദേഹത്തിന്? ഇദ്ദേഹത്തെ ഗുണ്ടമല്ലോ? ഗവൺമെന്റ് ജോലിയിലുള്ള ആശുപത്രിയിലുള്ള ആള് പോലും ഇന്ന് ജോലിക്ക് പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. അത് ശരി. എന്തായാലും വലിയ അതിക്രമമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ചേച്ചിക്കാണ് ഇന്ന് രാവിലെ സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാരകമായി പരിക്കേറ്റത്. ചേച്ചി എന്താ സംഭവിച്ചത്? രാവിലെ ഇന്നലെ ഇതുപോലായിരുന്നു. എൻ്റെ മോള് കുഞ്ഞിനെ അംഗനവാടി കൊണ്ടാക്കാൻ പോയപ്പോഴത്തേന് തൊട്ട് പറക്കി, അതും സ്കൂട്ടിയിലാണ് പോയത്. നടന്നു പോയാൽ പുള്ളിക്കാരെ എവിടെയെങ്കിലും പതുങ്ങി ഇരുന്ന് ആക്രമിക്കും നമുക്കറിയാമായിരുന്നു. ഷിബു എന്നാ പേര്. എത്ര വയസ്സുണ്ടായേക്ക്? 45-46 വയസ്സാ വരും. അങ്ങനെ പുള്ളിക്കാരൻ പുറകെ പോയി കുഞ്ഞിനെ കമ്പിപ്പാര കൊണ്ടിട്ട് ഓട്ടിച്ച് കുഞ്ഞ് ഭയന്ന് കുഞ്ഞുമായിട്ട് അംഗനവാടി അംഗനവാടി കയറി ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ പപ്പ എന്നെ കൊല്ലാൻ വരുന്നു. അപ്പോൾ ടീച്ചറെ മോള് കയറി കഥ അടച്ചോ, ഞാൻ നോക്കട്ടെ. അപ്പോൾ ടീച്ചർ ഇറങ്ങി നോക്കിയപ്പോഴത്തേന് നീ വാടി, നിന്നെ ഞാൻ കൊല്ലും, വാ എന്നും പറഞ്ഞ് പുറത്ത് നിന്ന് വിളിക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ നടന്ന സംഭവം? ഇന്ന് രാവിലെ ഇതുപോലെ എൻ്റെ മൂത്ത മോക്ക് ഇന്നലെ എൻ്റെ മൂത്ത മോൾ അന്നേരം ഇറങ്ങി നോക്കി, അനിയത്തിയെ കാണുന്നില്ല. അപ്പോൾ അംഗനവാടി ടീച്ചർ ഫോൺ ചെയ്ത് പപ്പ അതാ കുത്താനിട്ട് ഓട്ടിക്കുന്നതെന്ന് പറഞ്ഞു. പിച്ചാത്തി ഉണ്ടായിരുന്നു ഒരു കയ്യിൽ. മൂത്തയാള് ചെന്ന് ഇത് എന്താന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോ മൂത്തയാളെ കമ്പിപ്പാര കൊണ്ടിട്ട് ഓട്ടിച്ചപ്പോഴത്തേന് ഞാൻ ഇറങ്ങി അടുത്തുള്ള SP ഓഫീസ്, കമ്മീഷണർ ഓഫീസിന് ഞാൻ എന്റെ പൊടി കുഞ്ഞു ഓടിക്കേറി. ഈ കമ്മീഷണർ ഓഫീസ് എന്ന് പറയുന്നത് ഈ മതിലോട് ചേർന്ന് നിൽക്കുന്നത്. ഈ ഒരു വിളിപ്പാടകലെ ഒരു മതിലിന്റെ അപ്പുറത്തുള്ള കെട്ടിടമാണ് SP ഓഫീസ്. അവിടുന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയോ? ഇല്ല. പിന്നീട് ഞാനും കുഞ്ഞും പോയി അവരെല്ലാം കാലും കൈയും പിടിച്ച് 4 പോലീസുകാർ കൂടെ വന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈസ്റ്റിൽ അറിയിക്കാൻ അവർ ആവശ്യപ്പെടുന്നത്. ഈസ്റ്റിൽ വിളിച്ചാലൊട്ട് പെട്ടെന്ന് വരുത്തുമില്ല. വന്നാലൊട്ട് പുള്ളിക്കാരന്റെ പേര് കേസ് കൊടുക്കത്തില്ല. അവർക്ക് മാരകമായ മുറിവ് ഏൽക്കണമെന്നാ പറയുന്നത്. എനിക്കിപ്പോ മുറിവ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രതിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുക്കാൻ പറ്റുമോ? എന്നെ അടിക്കുമ്പോ മുറിവ് ഉണ്ടാക്കിയിട്ടേ പോകാവെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, മുറിവ് ഉണ്ടാക്കാനാ പ്രതി വരുന്ന. പക്ഷെ നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റുമോ? പോലീസുകാരുടെ ഒരു നിഗമനം അതാണ്. കാര്യമായിട്ടുള്ള കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുറിവ് വേണം. മുറിവില്ലാതെ ഒന്നും പറ്റത്തില്ല. മുറിവ് വരാനായിട്ട് നമുക്ക് ചെന്ന് എന്നെ അടിയെന്നും പറഞ്ഞ് നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഈ ചേച്ചി ഈ റോഡിലൂടെ വലിച്ചടിച്ചൊരു സംഭവം ഉണ്ടായല്ലോ. 12-ാം തീയതി രാവിലെ ഒരു 6:30 മണിക്ക് ഞാൻ വീട്ടുജോലിക്ക് പോയ സമയത്ത് പുള്ളിക്കാരന് കടം വീടാനാ പുള്ളിക്കാരന് മേടിച്ചു കൊടുത്ത പൈസ ഈ കുടുംബശ്രീ ലോൺ അടയ്ക്കണം. ഇനി 3 ദിവസമേ ഉള്ളൂ. എനിക്ക് ഒരു നിവർത്തിയില്ല. ഇതുവരെ 1 രൂപയില്ല. കുടുംബശ്രീ അംഗങ്ങൾ വെറുതെ വിടുവോ എന്നെ? ഞങ്ങൾ 20 പേരുണ്ട്. 19 പേരും പൈസ അടച്ച് ഒരാൾക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞ അംഗങ്ങളൊക്കെ എന്റെ വീട്ടിൽ വരും. എന്റെ മോള് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടായത്. അന്ന് വലിച്ചടിച്ചപ്പോൾ ചേച്ചിക്ക് പരിക്ക് പറ്റിയില്ലായിരുന്നോ? പറ്റി. ഇതാ എന്റെ കൈയൊക്കെ മുറിഞ്ഞ് നാശമായിരിക്കും. ഈ രക്തത്തോടെ ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അന്നേരം കേസ് എടുക്കാൻ പറ്റുമായിരുന്നല്ലോ. എന്നിട്ട് എടുത്തില്ല. അത് ചെറിയ മുറിവ്. അവരെ കണ്ണിൽ ഇത് നിസ്സാരം. ഇനി തലമണ്ട പൊട്ടി മാരകമായ മുറിവാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചെറിയ മുറിവ് കൊണ്ട് അവർക്ക് അതൊരു ഇതല്ല. ഇത് ഈ മുറിവൊന്നും കാര്യമല്ല. ഈ രക്തത്താലേ ഞാൻ ഓടിക്കേറിയത്. എന്റെ ഇടത് കാലിന് നീരും വേന ഇപ്പോഴും മാറിയിട്ടില്ല. പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ആശുപത്രിയിൽ പോയ എനിക്ക് നിവർത്തിയില്ല. ഞാൻ അതുകൊണ്ട് വേദന വീട്ടിൽ ഇരുന്ന് തിന്നുക. ഞാൻ ആരോട് പറയാൻ ആരുമില്ല. നിയമപാലകർ പോലും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇനിയിപ്പോ ആരോടും പറയാനില്ല. ചേച്ചിയുടെ മകളെയാണ് കഴിഞ്ഞ ദിവസം ഓടിച്ചത്? അതെ. എന്റെ 2 പെൺമക്കളെ 2 പേരെ ഓട്ടിച്ചു. ഇന്നതാണ്ട് മൂത്ത മോളും മരുമോനും ഹോസ്പിറ്റലിൽ പോയി. എന്റെ മോളെ ഓട്ടിച്ച് ഭയന്ന് വിറച്ച് പനിയായി.
ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറവില്ല. ഇന്ന് രാവിലെ കൊണ്ട് ട്രിപ്പ് ഇട്ട് നമ്മുടെ PHC തന്നെ പേടിച്ചിട്ട് ഭയന്ന് എന്ത് ആയുധം ഇദ്ദേഹം ഉപയോഗിക്കുന്നത്? കത്തി. ഈ 10-28 വർഷം തല്ലി ചതച്ച് ഒരു സ്നേഹവും ഇല്ല, അധ്വാനിച്ച് 1 രൂപ പോലും തരാത്ത ഒരു ജീവിത പങ്കാളിനെ ഞാൻ എങ്ങനെ നോക്കണമെന്നാണ് ഈ നിയമപാലകർ പറയുന്നത്. ഇന്നും എന്നെ ഏതാണ്ട് അടിച്ചു ഓട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ മകള് ഇവിടെ ഉണ്ട്. എന്താ സംഭവിച്ചത്? അച്ഛനാണോ ഈ ചെയ്യുന്നതെല്ലാം? പപ്പയ്ക്ക് മക്കളോട് സ്നേഹം ഇല്ലയോ? അങ്ങനെ പണ്ടോട്ടേ തന്നെ ഉപദ്രവങ്ങളാണ്. ഒരുപാട് ഉപദ്രവിച്ചോ? കഴിഞ്ഞ ദിവസം നിങ്ങളായിരുന്നു ഈ റോഡിൽ കൂടെ കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടാക്കാൻ പോയപ്പോഴത്തേക്കും. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ ഓടി അംഗൻവാടിക്കകത്ത് കയറി. പിന്നെ ടീച്ചർ ഇറങ്ങി നോക്കിയപ്പോഴാ ടീച്ചറിനെയും ചീത്ത പറഞ്ഞു. അത് ശരി. അങ്ങനെ പിന്നെ പോലീസ് വണ്ടി വന്നപ്പോഴേ ഞാൻ പിന്നെ ഓടി വീട്ടിലോട്ട്. ഈ SP ഓഫീസിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു സംഭവം നടന്നതിനൊക്കെ പോലെ അവരെന്താ എത്ര